ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനീഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. വരുന്ന എക്സാമുകളിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, തിരുകൊച്ചി സംസ്ഥാനം രൂപപ്പെട്ടതെന്ന്. തിരുകൊച്ചി സംസ്ഥാനം രൂപപ്പെട്ടത്. ഓപ്ഷൻസ്: 1947 ജൂലൈ 1, 1949 ജൂലൈ 1, 1956 നവംബർ 1, 1945 മെയ് 1. ആൻസർ ഓപ്ഷൻ ബി 1949 ജൂലൈ 1 തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് 1949 ജൂലൈ 1. അടുത്തത്, വേലുത്തമ്പിയുടെ പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഏത്? വേലുത്തമ്പിയുടെ പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഓപ്ഷൻസ്: കുണ്ടറ വിളംബരം, പാലിയം വിളംബരം, ക്ഷേത്രപ്രവേശന വിളംബരം, നികുതി നിർത്തിവയ്ക്കൽ വിളംബരം. ആൻസർ ഓപ്ഷൻ എ, കുണ്ടറ വിളംബരം. വേലുത്തമ്പിയുടെ പ്രസിദ്ധമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് കുണ്ടറ വിളംബരം. അടുത്തത്, തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ നയിച്ചതാര്? തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ നയിച്ചത്. ഓപ്ഷൻസ്: പനമ്പള്ളി ഗോവിന്ദമേനോൻ, സി കേശവൻ, പട്ടം താണുപിള്ള, TM വർഗീസ്. ആൻസർ ഓപ്ഷൻ സി, പട്ടം താണുപിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ നയിച്ച വ്യക്തിയാണ് പട്ടം താണുപിള്ള. അടുത്തത്, തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏത്? തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷം. ഓപ്ഷൻസ്: 1932, 1906, 1914, 1928. ആൻസർ ഓപ്ഷൻ എ, 1932. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ച വർഷമാണ് 1932. അടുത്തത്, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ച വർഷം ഏത്? തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ച വർഷം. ഓപ്ഷൻസ്: 1885, 1932, 1938, 1947. ആൻസർ ഓപ്ഷൻ സി, 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ച വർഷം 1938. അടുത്തത്, ഈഴവ മെമ്മോറിയൽ ഏത് വർഷമാണ് നടന്നത് അല്ലെങ്കിൽ സമർപ്പിച്ചത്? ഈഴവ മെമ്മോറിയൽ ഏത് വർഷമാണ്? ഓപ്ഷൻസ്: 1891, 1896, 1919, 1947. ആൻസർ ഓപ്ഷൻ ബി, 1896. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1896. അടുത്തത്, കയ്യൂർ കർഷക സംഘ സമരം നടന്നത് ഏത് വർഷം? കയ്യൂർ കർഷക സംഘ സമരം നടന്നത് ഏത് വർഷം? ഓപ്ഷൻസ്: 1934, 1937, 1941, 1946. ആൻസർ ഓപ്ഷൻ സി, 1941. കയ്യൂർ കർഷക സംഘ സമരം നടന്നത് 1941. അടുത്തത്, ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് എന്ന്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് എന്ന്. ഓപ്ഷൻസ്: 1931 നവംബർ 1 ടു 1932 ഒക്ടോബർ 2 വരെ, 1941 ഡിസംബർ 1 മുതൽ 1942 ഒക്ടോബർ 2 വരെ, 1930 നവംബർ 1 മുതൽ 1932 ഒക്ടോബർ 2 വരെ, 1946 നവംബർ 1 മുതൽ 1947 ഒക്ടോബർ 2 വരെ. ആൻസർ ഓപ്ഷൻ എ, 1931 നവംബർ 1 മുതൽ 1932 ഒക്ടോബർ 2 വരെ. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931 നവംബർ 1 മുതൽ 1932 ഒക്ടോബർ 2 വരെയാണ്. അടുത്തത്, ദേശീയ മഹിളാ സംഘം രൂപീകരിച്ചതാര്? ദേശീയ മഹിളാ സംഘം രൂപീകരിച്ചതാര്? ഓപ്ഷൻസ്: എം കാർത്യായനി അമ്മ, കുട്ടിമാളു അമ്മ, ആനി ബസന്റ്, കോട്ടക്കാട്ട് മാധവി അമ്മ. ആൻസർ ഓപ്ഷൻ എ, എം കാർത്യായനി അമ്മ. ദേശീയ മഹിളാ സംഘം രൂപീകരിച്ചത് എം കാർത്യായനി അമ്മയാണ്. അടുത്തത്, കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദി ഏത്? കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദി. ഓപ്ഷൻസ്: പയ്യാമ്പലം, കല്ലായി, പയ്യന്നൂർ, ചേറ്റുവ. ആൻസർ ഓപ്ഷൻ സി, പയ്യന്നൂർ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയാണ് പയ്യന്നൂർ. അടുത്തത്, പയ്യന്നൂർ സമ്മേളനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയോട് ഉന്നയിച്ച ആവശ്യമേത്? പയ്യന്നൂർ സമ്മേളനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയോട് ഉന്നയിച്ച ആവശ്യം. ഓപ്ഷൻസ്: ക്വിറ്റ് ഇന്ത്യ, നിസ്സഹകരണം, ഉത്തരവാദ ഭരണം, പൂർണ്ണ സ്വരാജ്. ആൻസർ ഓപ്ഷൻ ഡി, പൂർണ്ണ സ്വരാജ്. പയ്യന്നൂർ സമ്മേളനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയോട് ഉന്നയിച്ച ആവശ്യമാണ് പൂർണ്ണ സ്വരാജ്. അടുത്തത്, വാഗൺ ട്രാജഡി നടന്ന വർഷം ഏത്? വാഗൺ ട്രാജഡി നടന്ന വർഷം. ഓപ്ഷൻസ്: 1921, 1900, 1942, 1947.
ആൻസർ ഓപ്ഷൻ എ 1921. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921. അടുത്തത് മലബാർ കലാപത്തിൻ്റെ നേതാവായിരുന്നത് ആരാണ്? മലബാർ കലാപത്തിന് നേതാവായിരുന്നത് ആര്? ഓപ്ഷൻസ്: വാരിയംകുന്നത്ത് മുഹമ്മദ് ഹാജി, മൗലാന മുഹമ്മദ് അലി, മുഹമ്മദ് അബ്ദുൾ റഹിമാൻ, മൊയ്തു മൗലവി. ആൻസർ ഓപ്ഷൻ എ വാരിയംകുന്നത്ത് മുഹമ്മദ് ഹാജി. മലബാർ കലാപത്തിൻ്റെ നേതാവായിരുന്നത് വാരിയംകുന്നത്ത് മുഹമ്മദ് ഹാജിയാണ്. അടുത്തത് കോൺഗ്രസിൻ്റെ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ആര്? കോൺഗ്രസിൻ്റെ അധ്യക്ഷത വഹിച്ച ഏക മലയാളി. ഓപ്ഷൻസ്: സി ശങ്കരൻ നായർ, മന്നത്ത് കൃഷ്ണൻ നായർ, വി കെ കൃഷ്ണമേനോൻ, കെ പി കേശവ മേനോൻ. ആൻസർ ഓപ്ഷൻ എ സി ശങ്കരൻ നായർ. സി ശങ്കരൻ നായരാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷത വഹിച്ച ഏക മലയാളി. അടുത്തത് കോൺഗ്രസിൻ്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കാൻ കേരളത്തിലുണ്ടായ പത്രം ഏത്? കോൺഗ്രസിൻ്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കാൻ കേരളത്തിലുണ്ടായ പത്രം. ഓപ്ഷൻസ്: ഭാഷാഭൂഷണി, കവന കൗമുദി, രാജ്യസമാചാരം, കേരള പത്രിക. ആൻസർ ഓപ്ഷൻ ഡി കേരള പത്രിക. കോൺഗ്രസിൻ്റെ ആദർശങ്ങൾ പ്രചരിപ്പിക്കാൻ കേരളത്തിലുണ്ടായ പത്രമാണ് കേരള പത്രിക. അടുത്തത് ലക്ഷദ്വീപുകളുടെ നിയന്ത്രണം ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത വർഷം ഏത്? ലക്ഷദ്വീപുകളുടെ നിയന്ത്രണം ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത വർഷം. ഓപ്ഷൻസ്: 1792, 1800, 1877, 1900. ആൻസർ ഓപ്ഷൻ സി 1877. ലക്ഷദ്വീപുകളുടെ നിയന്ത്രണം ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത വർഷമാണ് 1877. അടുത്തത് കൊച്ചിയിലെ അവസാനത്തെ രാജാവ് ആര്? കൊച്ചിയിലെ അവസാനത്തെ രാജാവ്. ഓപ്ഷൻസ്: രാമവർമ്മ പരീക്ഷത്ത് തമ്പുരാൻ, രാമവർമ്മ അപ്പൻ തമ്പുരാൻ, രാജർഷി തമ്പുരാൻ, കേശവരാമവർമ്മ. ആൻസർ ഓപ്ഷൻ എ രാമവർമ്മ പരീക്ഷത്ത് തമ്പുരാൻ. കൊച്ചിയിലെ അവസാനത്തെ രാജാവാണ് രാമവർമ്മ പരീക്ഷത്ത് തമ്പുരാൻ. അടുത്തത് തിരുവിതാംകൂറിലെ ഒടുവിലത്തെ രാജാവ് ആര്? തിരുവിതാംകൂറിലെ ഒടുവിലത്തെ അല്ലെങ്കിൽ അവസാനത്തെ രാജാവ് ആര്? ഓപ്ഷൻസ്: ആയില്യം തിരുനാൾ, ഉത്രം തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, ചിത്തിര തിരുനാൾ. ആൻസർ ഓപ്ഷൻ ഡി ചിത്തിര തിരുനാൾ. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവാണ് ചിത്തിര തിരുനാൾ. അടുത്തത് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനം വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആര്? തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്. ഓപ്ഷൻസ്: ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, സ്വാതി തിരുനാൾ രാമവർമ്മ, ശ്രീമൂലം തിരുനാൾ രാമവർമ്മ, ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആൻസർ ഓപ്ഷൻ എ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അടുത്തത് ദേവദാസി സമ്പ്രദായം തിരുവിതാംകൂറിൽ നിർത്തലാക്കിയത് ആര്? ദേവദാസി സമ്പ്രദായം തിരുവിതാംകൂറിൽ നിർത്തലാക്കിയത്. ഓപ്ഷൻസ്: സേതു ലക്ഷ്മിബായി, സേതു പാർവതിബായി, ഉമയമ്മ റാണി, റാണി ഗംഗാധര ലക്ഷ്മി. ആൻസർ ഓപ്ഷൻ എ സേതു ലക്ഷ്മിബായി. ദേവദാസി സമ്പ്രദായം തിരുവിതാംകൂറിൽ നിർത്തലാക്കിയത് സേതു ലക്ഷ്മിബായിയാണ്. അടുത്തത് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ആദ്യത്തെ നിയമനിർമ്മാണ സഭ രൂപീകരിച്ച രാജാവാര്? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ആദ്യത്തെ നിയമനിർമ്മാണ സഭ രൂപീകരിച്ച രാജാവ്. ഓപ്ഷൻസ്: സ്വാതി തിരുനാൾ, ശ്രീമൂലം തിരുനാൾ, വിശാഖം തിരുനാൾ, പരീക്ഷത്തു തമ്പുരാൻ. ആൻസർ ഓപ്ഷൻ സി വിശാഖം തിരുനാൾ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ആദ്യത്തെ നിയമനിർമ്മാണ സഭ രൂപീകരിച്ച രാജാവാണ് വിശാഖം തിരുനാൾ. അടുത്തത് തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങിയ ഭരണാധികാരി ആര്? തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങിയ ഭരണാധികാരി. ഓപ്ഷൻസ്: സ്വാതി തിരുനാൾ, വിശാഖം തിരുനാൾ, ഉത്രം തിരുനാൾ, ചിത്തിര തിരുനാൾ. ആൻസർ ഓപ്ഷൻ എ സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. അടുത്തത് തിരുവിതാംകൂറിലെ ആദ്യത്തെ വിദേശി ദിവാൻ ആര്? തിരുവിതാംകൂറിലെ ആദ്യത്തെ വിദേശി ദിവാൻ. ഓപ്ഷൻസ്: കേണൽ മൺറോ, വാൻ ഗുൺസ്, ഡിനലോയ്, മർബക്ക് ബ്രൗണ്. ആൻസർ ഓപ്ഷൻ എ കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ വിദേശി ദിവാനാണ് കേണൽ മൺറോ. അടുത്തത് ശ്രീരംഗപട്ടണം ഉടമ്പടി ഏത് വർഷമാണ് നടന്നത്? ശ്രീരംഗപട്ടണം ഉടമ്പടി ഏത് വർഷമാണ്? ഓപ്ഷൻസ്: 1792 മാർച്ച് 18, 1790 മെയ് 26, 1760 ഫെബ്രുവരി 1, 1761 ജൂൺ 5. ആൻസർ ഓപ്ഷൻ എ 1792 മാർച്ച് 18. ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്ന വർഷം 1792 മാർച്ച് 18-നാണ്. അടുത്തത് ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന്? ആറ്റിങ്ങൽ കലാപം നടന്നത്. ഓപ്ഷൻസ്: 1864, 1684, 1600, 1721. ആൻസർ ഓപ്ഷൻ ഡി 1721. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15-നാണ്.
ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് നോക്കിയത്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.